ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ബെക്കി ആസ്പൻ എന്ന 10 വയസ്സായ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്റ്റലും എഡ്വിനും ചാൾസും കൂടെ അവളുടെ ഹോം പ്ലേസിലേക്ക് അവളെ തിരക്കി പോകുന്നതാണ് കാണുന്നത്. അപ്പം അവര് സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കിനും ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയും അവര് അവിടെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ എഡ്വിനും ചാൾസും വേഷം മാറി ഡെപ്യൂട്ടീസിന് അവിടുത്തെ ഷെറീഫ് പോലീസിന്റെ വേഷത്തിൽ നമ്മുടെ ബെക്കി ആസ്പന്റെ പേരൻസിന്റെ വീട്ടിൽ വന്നിട്ട് ആ കുട്ടിയെ കുറിച്ച് അവളുടെ മിസ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് ക്രിസ്റ്റല് മാറി നിന്നിട്ട് അവളുടെ സൈക്കിക് എബിലിറ്റീസ് വഴി ആ ബെക്കി ഹസ്ബൻഡിന്റെ മദറിന്റെ ഉള്ളിലേക്ക് ലൈക്ക് മൈൻഡിലേക്ക് കയറി ചെന്ന് അവര് അന്ന് കണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവള് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് അന്ന് ആ കേസ് അന്വേഷിച്ച പോലീസിന് അവൾ ആ സമയത്ത് ഇട്ടിരുന്ന ഒരു പെയർ ഓഫ് ഷൂസ് തെളിവായിട്ട് കിട്ടുന്നതൊക്കെ അവളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി വെച്ച് കാണുന്നുണ്ട്. ആ സെയിം ടൈം തന്നെ അവരുടെ അമ്മ ആ സമയത്തിന് അനുഭവിച്ചിരുന്ന ആ ഒരു വിഷമവും ആ ഒരു നിരാശയും തന്റെ കുട്ടിയെ കാണാതെ പോയ അത്രയും വിഷമങ്ങൾ ആ സമയം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റലിന്റെ മനസ്സിലേക്ക് വന്ന് അവൾക്കും അറിയാതെ അവളുടെ കണ്ണിൽ കൂടെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അവൾക്കത് സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ എഡ്വിനും ചാൾസും തിരിച്ച് ബെക്കിയുടെ പുറകിന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മാറി വന്നത്, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കൂടുതലൊന്നും പറയാതെ നമ്മുടെ ക്രിസ്റ്റൽ പറയുന്നുണ്ട്, ആ സമയത്തിന് ഇതുപോലെ ഒരു പെയർ ഓഫ് ഷൂസിന് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കേട്ട പോലെ കേൾക്കാത്ത പോലെ നമ്മുടെ എഡ്വിൻ അവിടെ കണ്ടിരുന്ന ഒരു മിറർ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ഷൂസ് കൊണ്ടുവന്ന് ബെക്കിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് തൊട്ട് നോക്കിയിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും നിന്റെ എബിലിറ്റി വെച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാൻ പറയുന്നുണ്ട്. അപ്പം തന്നെ അവള് ആ എബിലിറ്റി വെച്ച് കാണുന്നുണ്ട്. ആ കുട്ടി അവസാനം ആ ഷൂ ഇട്ട് പോയിരുന്നത് ഒരു വീട്ടിലാണ് എന്ന് അവള് കാണുന്നുണ്ട്. ആ വീടിന്റെ ഫ്രണ്ടില് അപ്പം തന്നെ അന്നേ ദിവസം രാത്രി തന്നെ എഡ്വിനും ചാൾസും വരികയും ആ വീട് ആരുടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാൾസ് അവന്റെ ബൈനോക്കുലർ വഴി നോക്കുന്നുണ്ട്. അപ്പൊ അവര് കാണുന്നുണ്ട് ഒരു കൂട്ടിൽ അടച്ച ഒരു ക്രേവൻ ഒരു ക്രോയിനെ കാണുന്നുണ്ട്. പിന്നെ കുറെ എന്തൊക്കെയോ തിളയ്ക്കുന്ന കുറെ പോട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു സാധാരണ ഒരു വീടല്ല, ഒരു വിച്ച്, ഒരു ദുർമന്ത്രവാദിനിയുടെ വീടാണെന്ന്. ഇവർക്ക് ആ വിച്ചസിനോടൊന്നും പൊരുതി നിൽക്കാനൊന്നുള്ള ഒരു കെൽപ്പില്ല. അവര് ഭയങ്കര ഭയങ്കര എന്താ പറയാ ശക്തിശാലികളാണ് ഈ വിച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് ഏറ്റുമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് പണിക്ക് തന്നെ അത് കോട്ടം ലഭിക്കുമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ആ വഴി വന്ന ഒരു ക്യാറ്റിനോട് എഡ്വിൻ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പം ക്രിസ്റ്റൽ ചോദിക്കുന്നത്, ക്യാറ്റിനോടൊക്കെ ഇവൻ സംസാരിക്കാൻ പോകുന്നത് ഇവന് വട്ടാണോ ചോദിക്കുമ്പോ, ക്യാറ്റ് നിന്റെ അപ്പനാണ് വട്ട് എന്നുള്ള രീതിയിലൊക്കെ തിരിച്ചു വരും. അപ്പം ക്രിസ്റ്റൽ ആകെ പകച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ക്യാറ്റ് അധികം ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ദെൻ അവരൊരു ബാറിൽ വന്നിരുന്നിട്ട് നമ്മുടെ ബെക്കിയല്ല, ക്രിസ്റ്റലും എഡ്വിനും ചാൾസും സംസാരിച്ച് ഇരിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അപ്പുറത്ത് മാറി നിന്ന് കുറെ പെൺകുട്ടികൾ ഇവളെ കണ്ട് ഒരുമാതിരി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവർക്കാർക്കും നമ്മുടെ എഡ്വിനും ചാൾസിനും കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഇവള് തന്നെ ഇരുന്ന് സംസാരിക്കുവാന്ന് വിചാരിച്ചിട്ട് ഈ ബാറിൽ വന്നിരുന്ന പെൺകുട്ടികളെല്ലാം ഇവളെ നോക്കി കളിയാക്കി ചിരിക്കുകയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഭയങ്കര എംബാറസ്ഡ് ആയിട്ട് നാണക്കേട് വന്നിട്ട് ക്രിസ്റ്റൽ അവിടെ നിന്നൊരു ബാത്റൂമിലേക്ക് കയറിയിട്ട് ആ സമയത്ത് അവൾക്ക് ഭയങ്കര അൺഈസി ആയിട്ട് ഫീൽ ചെയ്ത് എന്തോ തല കറങ്ങുന്നൊക്കെ പോലെ തോന്നി. അവള് പുറത്തു വന്ന് നോക്കുമ്പോ കണ്ടടാ ആ ബാറേ അല്ല ആ സ്ഥലം എന്തോ വേറെ ആയിട്ട് മാറിയിട്ട് ഏതോ ഒരു ഗോഡൗൺ പോലെയൊക്കെ അവള് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് പുറകിൽ ഒരാൾ വന്ന് അവളെ പേടിപ്പിക്കുന്നത്. ആരാ നോക്കുമ്പോൾ കാണുന്നത് ഇവനാണ് ഡേവിഡ്. ഡേവിഡ് ആരാന്ന് വെച്ചാല് നമ്മുടെ ക്രിസ്റ്റലിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. ഇവൻ ഒരു ഡെവിളാണ്. അപ്പൊ ഇവൻ വേറെ എങ്ങും പോയിട്ടില്ല, ഇവളുടെ തലയ്ക്കുള്ളിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് ഇവളുടെ മെമ്മറീസ് എല്ലാം തിരിച്ചെടുത്തത്. അങ്ങനെ ഇവള് വീഴാൻ പോകുന്ന സമയത്ത് ചാൾസ് ഇവളുടെ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച് ഇവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് ഇവള് കാണുന്നത് എല്ലാരും ഇവളെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അവിടെ നിന്ന് അവൾ പിന്നെ എംബാറസ്ഡ് ആയിട്ട് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ആ സമയത്തിന് ഈ കാര്യങ്ങളെല്ലാം എഡ്വിനോട് പറയുമ്പോ എഡ്വിൻ അവന്റെ പഴയ കാലം ആലോചിക്കുന്നത്. അതായത് എഡ്വാർഡ് ലെൻഡർ എന്ന് പറഞ്ഞ 1916 അവൻ നിന്നിരുന്ന ഒരു ബോർഡിംഗ് സ്കൂളാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ അവൻ അനുഭവിച്ചിരുന്ന നരകയാതനകളാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവന് ഒരു ഹെല്ലില് ഒരു സ്പിരിച്വൽ കാര്യത്തിന് വേണ്ടിയിട്ട് അവന് ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തിന് ഹെല്ലിൽ നിന്ന് വന്നൊരു ചെകുത്താൻ അവന്റെ ഫ്രണ്ട്സിനെ അവനെയും ഹെല്ലിലേക്ക്
കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പം ഇവൻ താണുകേണ് പറയുന്നുണ്ട്, പ്ലീസ് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, റിച്വൽസ് നടത്തിയത് എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം എന്നെ നിങ്ങൾ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് ആ ചെകുത്താൻ ഒന്നും കേട്ടില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ എനിക്ക് വേണ്ടിയിട്ട് റിച്വൽ വഴി തന്നെയാണെന്ന് പറഞ്ഞ് അവനെ ഹെല്ലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോ തന്നെ അവിടെ നേരത്തെ കണ്ടിരുന്ന ക്യാറ്റ് ഉണ്ടല്ലോ, അവനെ കാണുകയും എഡ്വിന്റെ ആ ഒരു മാജിക്കൽ പവേഴ്സ് വെച്ചിട്ട് ആ ക്യാറ്റിന്റെ ഒരു കെണി ഉണ്ടാക്കുകയും ക്യാറ്റിനെ കൊണ്ട് ആ വിച്ചിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ക്യാറ്റ് പറയുന്നുണ്ട്, നീ ഇതിനെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ക്രിസ്റ്റൽ അവനുടെ ഓപ്പോസിറ്റ് റൂമിൽ താമസിച്ചിരുന്ന നിക്കോയെ കണ്ടിട്ട് ഭയങ്കര മെസ്മറൈസ്ഡ് ആയിട്ട് നിൽക്കുകയും കാണിക്കുന്നുണ്ട്. ദെൻ അവള് 3 മന്ത്സ് അഗോ ലണ്ടനിൽ ഉണ്ടായിരുന്ന കാര്യമാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് അവളുടെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടുമുട്ടിയതെന്നും അവൻ ഡെവിൾ ആണെന്ന് അറിഞ്ഞിട്ടും ആം, അവന്റെ ഉള്ളിലെ ഡെവിളിനെ ഇവള് സ്വയം ആവാഹിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം വന്നിട്ട് അവള് എഡ്വിനോടും ചാൾസിനോടും പറയുമ്പോ എഡ്വിന് ഒന്നാമതേ അവളെ ഇഷ്ടമല്ല. അതിന്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ കേട്ടപ്പോ നീ അറിഞ്ഞുകൊണ്ടൊരു ഡെവിളിനെ ആവാഹിച്ച ഒരാളാണ് നീ, ഇത് ഞങ്ങളോട് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഡ്വിൻ ഭയങ്കരമായിട്ട് അവളോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ദെൻ പക്ഷെ അവള് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് മറന്നുപോയ കാര്യമാണ്, എന്റെ മെമ്മറീസ് അവൻ അപകരിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ നമ്മളെ ആ വിച്ച് ഉണ്ടല്ലോ, ആ വിച്ച് പുറത്തു പോയ സമയത്തിന് എഡ്വിനും ചാൾസും അവരുടെ വീട്ടിലേക്ക് പോയി ആ കുട്ടി ഉണ്ടോ നോക്കാനായിട്ട് പോവാണ്. ആ സമയത്തിന് നമ്മുടെ ബെക്കി അല്ല, സോറി, നമ്മുടെ ക്രിസ്റ്റലിനെ പുറത്ത് അവള് വരുന്നോ ഉണ്ടോ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് അവർ അകത്തേക്ക് പോകുന്നത്. അകത്തേക്ക് പോകുമ്പോ അവര് കാണുന്ന ഒരു കബോർഡ് പൂട്ടിയിട്ടേക്കുവാണ്. ആ പൂട്ടൊക്കെ അവര് തല്ലി പൊട്ടിച്ച് തുറന്നു നോക്കുമ്പോ താഴോട്ട് പോകുന്ന ഒരു തുരങ്കം പോലെയുള്ള ഒരു കബോർഡാണ്. ആ കബോർഡിലേക്ക് ചാൾസ് നമ്മുടെ എഡ്വിനെ കയറ്റി വിടുന്നുണ്ട്. അപ്പം എഡ്വിൻ താഴെ പോയി വീഴുവാണ് ചെയ്യുന്നത്. ദെൻ താഴെ പോയി വീണ് കഴിയുമ്പം അവൻ അവിടെ നോക്കുമ്പം അവിടെ കുറെ വേസ്റ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ നമ്മുടെ കാണാതെ പോയ ബെക്കി ആസ്പൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവന്റെ നെഞ്ചത്ത് ചെവി വെച്ച് നോക്കുമ്പോ അവന് ഹെർട്ട് ബീറ്റ് ഉള്ളതായിട്ടൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ എഡ്വിൻ ചാൾസിനെ വിളിച്ചു പറയുന്നുണ്ട്, കുട്ടിയുണ്ട് ഇവിടെ, കുട്ടിക്ക് ജീവനൊക്കെ ഉണ്ട്, അപ്പം നിന്റെ കയറും ആ കുട്ടിയെ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗും ഇതിലേക്ക് എടുത്തിടാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു വലിയ കയറും ബാഗും ഒക്കെ എന്താണ് നമ്മുടെ ചാൾസ് എഡ്വിന് വേണ്ടിയിട്ട് ആ തുരങ്കത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ ആ വഴി കയറിൽ പിടിച്ച് മേലോട്ട് വരാനാണ് നോക്കുവന്ന്. ആ സമയത്തിന് പുറത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആരാണ് ക്രിസ്റ്റലിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ നമ്മുടെ ചാൾസും എഡ്വിനും ഈ വിച്ചിന്റെ വീട്ടിലേക്ക് കയറി വന്നത്. ലില്ലി എന്നാണ് ഈ വിച്ചിന്റെ പേര്. അപ്പൊ ലില്ലിയുടെ വീട്ടിലേക്ക് കയറി വന്നത്. ആ സമയത്തിന് ഇവർ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റല് അകത്തേക്ക് പോകാൻ നിന്നപ്പം ഈ വിച്ച് ആ സമയത്തിന് പുറകിന് വന്നു. ഇത് നീ ഒരു നല്ലൊരു പെൺകുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ചാൾസ് അവന്റെ സർവ്വശക്തിയും എടുത്ത് കയറിന്റെ മറ്റേ ഭാഗത്ത് പിടിച്ചോണ്ട് നമ്മുടെ എഡ്വിനെ വലിച്ചു കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഭയങ്കര ഭാരം തോന്നുന്നുണ്ട്. എന്തുവാണേലും അവനെ പിടിച്ച് കയറ്റിയിടുന്നുണ്ട്. ആ സമയത്തിന് ഇവര് പുറത്ത് വന്ന് നോക്കുമ്പോ നമ്മുടെ വിച്ചാണ് നമ്മുടെ ക്രിസ്റ്റലിനെ ബോധരഹിതയായിട്ട് അനങ്ങാൻ പറ്റാത്തതാക്കി അവിടെ ഇട്ടേക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന ചാൾസിന് ഇത് സഹിക്കാൻ വയ്യാതെ അവളെ ആക്രമിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആ വിച്ച് നല്ല ശക്തിശാലിയായിരുന്നു. നമ്മുടെ ചാൾസിനെ ഭയങ്കര ഈസി ആയിട്ട് അവൾ തൂക്കി എറിയുന്നുണ്ട്. ഇത് കണ്ടോണ്ട് സഹിക്കാൻ വയ്യാതെ എഡ്വിനും വരുന്നുണ്ട്. പക്ഷെ എഡ്വിനെയും നമ്മുടെ വിച്ച് തൂക്കി എറിയുന്നുണ്ട്. ദെൻ അടുത്തായിട്ട് അവിടെ അനങ്ങാൻ പറ്റാതെ കിടന്നിരുന്ന ക്രിസ്റ്റല് അവളുടെ സൈക്കിക് എബിലിറ്റി കൊണ്ട് അവളെ നിശ്ചലമാക്കുന്നുണ്ട്. ആ സമയത്ത് അവള് കാണുന്നുണ്ട് ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ദേവത, ഒരു വനദേവതയെ അവളുടെ ആ സൈക്കിക് എബിലിറ്റി കൊണ്ട് അവൾക്ക് കാണാൻ പറ്റുന്നു. പക്ഷെ എന്താണ് ഈ ഒരു വിച്ചിനും ഈ വനദേവതയ്ക്കും തമ്മിലുള്ള ബന്ധം എന്നൊന്നും ആ സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്താണേലും കുറച്ച് സമയത്തേക്കിന് വിച്ചിനെ ഒന്ന് ഏഹ് പിടിച്ചു നിർത്താൻ അവളെ കൊണ്ടാകുന്നുണ്ട്. ആ സമയത്തിന് ചാൾസ് കയറി വന്ന് വിച്ചിന്റെ ശരീരത്തിലേക്ക് കയറി അവളുടെ ശരീരത്തിനെ അവൻ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ വിച്ച് വന്ന് അവളുടെ തല സ്വയം ഭിത്തിയിലെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് മുഖം എല്ലാം ചോര ഒലിപ്പിച്ച് അങ്ങനെ ഒരു അവസ്ഥയാക്കുന്നു. ഇതെല്ലാം വിച്ചിന്റെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ചാൾസ് ചെയ്യുന്ന പണിയാണ്.
പെട്ടെന്ന് തന്നെ എഡ്വിൻ പറയുന്നുണ്ട് നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് ചാൾസ് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം അവിടെ തീർന്നു. ഇവരുടെ കയ്യിൽ എന്തായാലും ആ കുട്ടിയെ അവർക്ക് തിരിച്ചു കിട്ടി, ബെക്കി ആസ്പനെ. ദെൻ ക്രിസ്റ്റല് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുവാണ്. ആ ഒരു കുട്ടിയുടെ മൈൻഡിലേക്ക് കയറിയിട്ട് നീ ഒന്നും കണ്ടിട്ടില്ല, നിനക്ക് കണ്ടതൊന്നും ഓർമ്മയില്ല, നീ നിന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് ഓടിപ്പോവാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. ആ കുട്ടി ഓടിപ്പോകുന്നത് കണ്ടിട്ട് നമ്മുടെ 3 പേരും സന്തോഷത്തോടെ തിരിച്ചും പോകുന്നുണ്ട്. ഈ സമയത്ത് ആഫ്റ്റർ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. ആഫ്റ്റർ ലൈഫിൽ ഒരു ഗുഡ് നൈറ്റ് നേഴ്സ് എന്ന് പറഞ്ഞ ഒരു പെണ്ണും പിള്ളയുണ്ട്. ഇവരുടെ കാര്യം എന്താന്ന് പറഞ്ഞാല് ഇവരീ ഓടിപ്പോയ ആഫ്റ്റർ ലൈഫിലേക്ക് വരാതെ ഓടിപ്പോകുന്ന ആൾക്കാരെയൊക്കെ തേടി പിടിച്ച് തിരിച്ചിവിടത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഓഫീസറാണ് ഇവര്. അപ്പൊ ഇവര് എന്താണ് ഈ വിച്ചിന്റെ അകത്തേക്ക് ഇവര് കേറിയത് വഴി ഇവർക്കൊരു എന്താണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരാള് ചാൾസ് എന്ന് പറഞ്ഞ ഒരാള് ഭൂമിയിലുണ്ട്, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട്, ഒരു ഗോസ്റ്റ് ബോയ് ആണെന്നുള്ള വിവരം ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവര് അത് വെച്ചിട്ട് ഇനി ഇവന്മാരെ പിടിക്കാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കാണിക്കുക. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണ് എന്നുള്ളത് കാണാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.